അടുത്ത സെറ്റാണ് ഭാഗവതം. എൻ്റെ സെറ്റിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. സെറ്റ് കണ്ടോ, ഇതാണ് നമ്മുടെ ഭാഗവതത്തിൻ്റെ പഴയ DD1 കാണിക്കുന്ന സെറ്റ്. പോളി സെറ്റല്ലേ ഇതൊക്കെ? ആഹാ, ഇത് തൊട്ട് വേണ്ട പക്ഷേ മരമാൻ പോകാൻ കണ്ട. ഇതാണ് അടിപൊളി കണ്ട സെറ്റ്. പോളി സെറ്റ് തന്നെ കേട്ടാ, അടിപൊളി. അതൊക്കെ ഇനി കെട്ടി തൂക്കിയിട്ടിരിക്കുക. പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇത് തന്നെ. ഇതൊന്നും കാണാനല്ലോ, അപ്പുറത്തൊക്കെയാണ് കൂടുതലും. അല്ല, ഇതിൻ്റെ ഡ്രസ്സിങ് സെറ്റപ്പ് പ്രത്യേകത നോക്കി. ആൾക്കാർ അനങ്ങുന്നുണ്ട അമ്പോ, ഇതേ ആൾക്കാരൊക്കെ അനങ്ങുന്നതേ. അയാളിതേ എവിടെ അനങ്ങുന്നുണ്ട, കൈയൊക്കെ പൊക്കുന്നുണ്ട്. ഇവരൊക്കെ അനങ്ങുന്നുണ്ട. അടിപൊളി സംഭവമാണ്. ഇതേ വൺ സെറ്റ് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കഴിവ് എന്നതൊക്കെ നല്ല സെറ്റാണ് സമ്മതിക്കേണ്ടത്. കിട്ടു വർക്കാണ് ഇതൊക്കെ. പക്ഷെ ഇതിൻ്റെ മേളിലൊക്കെ നോക്കിയതല്ല കെട്ടിയിട്ട് വയ്ക്കുക. സിനിമയിൽ സംഭവം പൊളിക്കും ഇതൊക്കെ. ആഹാ, എന്താ രസം, അടിപൊളി. യെസ്, ഇതും റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സെറ്റാണ്. പക്ഷേ ഇപ്പോൾ അവിടെ റിനോവേഷൻ വർക്ക് നടക്കുന്ന ഒരെണ്ണം കയറാൻ പറ്റിയില്ല. കണ്ട, ഇതാണ് സെറ്റപ്പ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഇതെല്ലാം സെറ്റാണ്, എല്ലാം പൊള്ളിയാണ്. ഓക്കെ, നമ്മുടെ ടീംസൊക്കെ ഇതാ നടന്നു പോകുന്നു. എല്ലാം സെറ്റാട്ടാ. മറ്റേ ആ സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ കയറി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മറ്റേ ഭാവനയൊക്കെ ആയിട്ട് ഉദയനാട് കാര്യത്തിൽ പറയൂലേ, അതിൻ്റെ സെറ്റാണ്. നല്ല അടിപൊളിയായിട്ടാ, കാണാനുള്ളൊരു സംഭവമുണ്ട്. ഇതൊരു തിയേറ്ററാണ്. അതായത് ഗ്രീൻ സ്ക്രീനെ കുറിച്ചും പിന്നെ അതേപോലെ തന്നെ മോഷൻ ക്യാപ്ചറിങ്ങിനെ കുറിച്ചുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത് നിന്ന്. നല്ല രസമാണ്. നമ്മുടെ അവതാറൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് അവരതിൻ്റെ അകത്ത് കാണിച്ചു തരും. ഓക്കെ, നമ്മൾ കയറിയിരിക്കുന്ന മോഷൻ ക്യാപ്ചറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൊടുത്താണ്. അതായത് ഇതെങ്ങനെയാണ് സംഭവം മോഷൻ ക്യാപ്ചർ വീഡിയോ എന്നുള്ള സംഭവമാണ്. അതെ അല്ലേ, വേണ്ട മോഷൻ ക്യാപ്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളാണ്. അടിപൊളി. ആ സെൻസറാണ് ആ ഇത് വെച്ചേക്കണണ്ട, മേത്ത് വെച്ചേക്കണണ്ട, എല്ലാം സെൻസറാണ്. ആ സെൻസർ വെച്ചിട്ടാണ് ടിക്കറ്റ് ചെയ്തിട്ടാണ് സിനിമ കാണിക്കുന്നത്. നമ്മുടെ അവതാർ ഷൂട്ട് ചെയ്ത സംഭവമാണ് ഈ കാണിക്കുന്നത്. പുള്ളിയുടെ മോഷനാണ് അവിടെ ഈ പടത്തിൽ വരുന്നത്. ഓ, അടിപൊളി. കണ്ട, അവതാർ സിനിമയിൽ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ആൾക്കാരെ വെച്ചിട്ടാണ്. ഇല്ല ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതേ നമ്മുടെ കായലിൻ്റെ, ലണ്ടനിൻ്റെ കായലിൻ്റെ തീരത്താണ്. സംഭവം ഗ്രീൻ സ്ക്രീനാണ്. ഗ്രീൻ സ്ക്രീൻ കണ്ട, ഇത് ഫുൾ ഗ്രീൻ സ്ക്രീൻ കണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ലണ്ടനായി, പക്ഷെ ഇത് ഗ്രീൻ സ്ക്രീനാണ് കണ്ട. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ലണ്ടൻ, പക്ഷെ ഞങ്ങളിവിടെ ഉള്ളത് ഹൈദരാബാദ്. അടുത്തായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ സെറ്റിലാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ സെറ്റ്. സംഭവം ഗെറ്റപ്പാണ് കണ്ട. എയർപോർട്ടിൻ്റെ സെറ്റിലാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ സെറ്റ്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ സെറ്റപ്പ് തന്നെ കേട്ടോ, അടിപൊളി. ഇവിടെയാണ് നമ്മുടെ അടുത്ത ബസ് കിടക്കുന്നത്, കയറാനുള്ളത്. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാഹുബലി സെറ്റിലേക്കുള്ള വീഡിയോ ആണ്. അടിപൊളി വീഡിയോ ആയിരിക്കും നമുക്ക് ഇനി അടുത്തത് വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൂടി കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.